ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജി 10th സ്റ്റാൻഡേർഡ് ബയോളജിയാണ്, ഫസ്റ്റ് പാർട്ടാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. ഫസ്റ്റ് യൂണിറ്റാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. എന്താണ് സെൻസേഷൻ്റെ റെസ്പോൺസിൻ്റെ മലയാളം മീനിങ്ങും? അതെ, അറിയാനും പ്രതികരിക്കാനും. നമ്മൾ അറിയാനും പ്രതികരിക്കാനുമുള്ള നമ്മൾ എന്തെല്ലാമാണ് നമ്മൾ സഹായിക്കുന്നത്, അതിന് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ എല്ലാവർക്കും പാഠത്തിലേക്ക് സ്വാഗതം. നോക്കൂ, ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? ലുക്ക് ദിസ് പിക്ചർ. Oh yes, a child eating mangoes, and a child is touching the snail. Water, mouth washing, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ. രണ്ട് കുട്ടികൾ പറവകളെ പിടിക്കാൻ പോകുന്നു, ഒരു കുട്ടി മാങ്ങ കഴിക്കുന്നു, രുചിക്കുന്നു, ഒരു കുട്ടി ഒച്ചിനെ തൊടാൻ പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒച്ചിനെ തൊടാൻ പോകുമ്പോഴും മാങ്ങ കഴിക്കുമ്പോഴും ഒക്കെ എന്താണ് അവരറിയുന്നത്? അതെ, ടേസ്റ്റ് അറിയുന്നു. ഒച്ചിനെ പിടിക്കാൻ പോകുമ്പോൾ ഒച്ച രക്ഷപ്പെടാൻ വേണ്ടി ഉള്ളിലേക്ക് പോകുന്നു, വെള്ളം കുടിക്കുന്നു. ചില കുട്ടികൾ വെള്ളം കഴുകുക, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നപ്പോൾ വെള്ളത്തിൻ്റെ രുചിയും വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? കുട്ടികൾ അറിയുന്നു. നമ്മളും ഇതേപോലെയാണ് ഓരോ കാര്യങ്ങൾ അറിഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളിതാ ദ സെൻസ് ദാറ്റ്. അപ്പോൾ എന്താണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗൻസ് റെസ്പോണ്ട് ഹേർട്സ്. നമ്മുടെ ഓർഗൻസ് എന്തൊക്കെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്? ടേസ്റ്റ്, ടച്ച്, അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നു. ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസം ആർ കാൾഡ് സ്റ്റിമുലി. നമ്മുടെ സെൻസ് നമ്മുടെ റെസ്പോൺസ് ചെയ്യുന്നത്, നമ്മുടെ ചുറ്റുപാടിങ്ങനെ റെസ്പോൺസ് നടക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിമുലി. എന്താണ് പറയുന്നത്? സ്റ്റിമുലി. ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസം ആർ കാൾഡ് സ്റ്റിമുലി. ഡു വി റെക്കഗ്നൈസ് സ്റ്റിമുലി ഓൺലി ഫ്രം അവർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്? സ്റ്റിമുലി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മാത്രമോ? നമ്മളിലും സ്റ്റിമുലിസ് ഉണ്ടാവുന്നില്ലേ? ചില സമയങ്ങളിൽ നമുക്ക് വിശപ്പുണ്ടാവുന്നതും ദാഹം ഉണ്ടാവുന്നതും നമ്മൾ വിയർക്കുന്നതും ചൂടാവുന്നതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? നമ്മൾ സ്റ്റിമുലി ഉണ്ടാവുന്നതിൻ്റെ ഭാഗമാണ്, ഉദ്ദീപനം ഉണ്ടാവുന്നതിൻ്റെ ഭാഗമാണ്. ഹാങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആർ സ്റ്റിമുലി ഫോംഡ് ഇൻസൈഡ് ദ ബോഡി. അറിയുന്നോടെ നിങ്ങൾക്കറിയില്ല, നമ്മുടെ ശരീരത്തിൽ വിശപ്പുണ്ടാവുന്നതും ദാഹം ഉണ്ടാവുന്നതൊക്കെ എന്താണ്? സ്റ്റിമുലി ഫോം ചെയ്യുന്നതാണ്. Find out more example for such stimulus. How does the body receive stimulus? എങ്ങനെയാണ് ബോഡി നമ്മുടെ സ്റ്റിമുലി റിസീവ് ചെയ്യുന്നത്? അപ്പോൾ നോക്കും, നമ്മളൊരു മാമ്പഴം കഴിക്കുന്നു. ഈറ്റിംഗ് ദ മാംഗോ ഈസ് വാട്ട് ഈസ് ദിസ്. നമുക്ക് എന്താണ് അറിയാൻ കേട്ടോ? വാട്ട് യു നോ ദിസ്? യെസ്, നമുക്ക് എന്താണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നത്? അത് നാവിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ നാവിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ട്? യെസ്, സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് റിസീവ് സ്റ്റിമുലി. അതന്നെ, നമുക്ക് ടേസ്റ്റ് അറിയാനുള്ള കാര്യം നമ്മുടെ നാവിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്മെല്ല് അറിയാനുള്ള കാര്യം നമ്മുടെ നോസിൽ മാത്രമേ ഉള്ളൂ. കാണാനുള്ള കാര്യം കണ്ണിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെഷ്യലൈസ്ഡ് സെൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് സെൽ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് ആ ഓർഗൻസിൽ ഇൻക്ലൂഡ് ചെയ്ത കാരണം കൊണ്ടാണ് നമുക്ക് എന്താ അറിയാൻ കഴിയുന്നത്? നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുന്നതും നമുക്കതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യാൻ കഴിയുന്നതും. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പാസേജ്? ഓക്കെ, ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലി. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് നമുക്ക് സെൻസ് ഓർഗൻസ് നമുക്ക് തരുന്നത്. ആ സെൻസ് ഓർഗൻസിൽ നമുക്ക് സഹായിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ഈ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് സ്റ്റിമുലി റിസീവ് ചെയ്യാൻ സഹായിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് അറിയാനും നമുക്ക് സ്മെല്ല് അറിയാനും കാണുവാനൊക്കെ നമ്മൾ സഹായിക്കുന്നത് അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ദ സെൽസ് ആർ നോൺ ആസ് റെസിപ്പിറ്റേഴ്സ്. ഈ സെൽസിന് പറയുന്ന പേരാണ് എന്ത്? receptors. The specialized cells are known as receptors. They receive stimuli and generate suitable impulse. അപ്പോൾ അവിടെ എന്താണ് ഈ റെസിപ്പിറ്റേഴ്സ് എന്താണ് സഹായിക്കുന്നത്? അവർ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ചിട്ട് മെസ്സേജ് റിസീവ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ടേസ്റ്റ് ചെയ്യുന്നത് നാവിൽ തന്നെ വെക്കാൻ പറ്റുള്ള, നാവിലാണ് നമുക്ക് രുചി അറിയാൻ കഴിയുന്നത്. അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിന് പറയുന്ന പേരാണ് എന്ത്?
റെസിപ്പിറ്റേഴ്സ്. അതുപോലെ തന്നെ കണ്ണിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നത് സെൽസാണ്. അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെ പറയുന്ന പേരാണ്. അതിനും നമ്മുടെ സ്പെഷ്യലൈസ്ഡ് എല്ലാം നമ്മൾ ഓരോ ഭാഗത്തുള്ള നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് അറിയാൻ സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ പറയുന്ന പേരാണ് എന്ത്? റെസിപ്പിറ്റേഴ്സ് എന്നുള്ളത്. Can you understand this? They receive stimuli and generate suitable impulse. Normally, response occurs when the impulse generated by the receptors on the receiving stimuli reach the brain. ഇതിൻ്റെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലി വഴി നമുക്ക് റെസ്പിറ്റേഴ്സ് വഴി നമുക്ക് എന്തായാലും സ്മെല്ലും ഇതൊക്കെ അറിയാം. ഈ മെസ്സേജ് നമ്മുടെ ബ്രെയിനിൽ എത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ബ്രെയിനിൽ എത്തിയാൽ മാത്രമേ റെസ്പോൺസ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ഈ കോശങ്ങൾ, നമ്മുടെ സെൽസ് ഈ നാവിൽ നിന്ന് മൂവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അവിടെ സ്പെഷ്യലൈസ്ഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെൽസാണ് നാവിലുള്ളതും കണ്ണിലുള്ളതും ഒക്കെ. അവിടെ നിന്ന് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായിരിക്കും അവർ ബ്രെയിനിലെത്താൻ സഹായിക്കുന്നുണ്ടാവുക? ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഫോണിൽ മെസ്സേജ് അയക്കുകയാണ്. ഒരാൾക്ക് മെസ്സേജ് അയക്കാനും ആ ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒന്നാമത്തെ നമുക്ക് അയക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ആ ബാലൻസിലുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് സെൻഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ അവിടെ എത്താൻ കഴിയുള്ളൂ. നെറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റിലൂടെ എന്തായാലും ബാലൻസ് വേണം. അങ്ങനെയുള്ളൊരു ബാലൻസ്, അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് നമ്മുടെ ബോഡിയിലുണ്ട്. ആ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് നെർവ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, യു ക്യാൻ സീ ദിസ് നെർവ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ എന്താണ് നെർവ് സിസ്റ്റം? ഇസ് ഹെൽപ്പ് ടു റിസീവ് ദ മെസ്സേജ് ടു ദി ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കാനും മെസ്സേജ് അവിടെ നിന്ന് റിസീവ് ചെയ്യാനും റെസ്പോൺസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നെർവ് സിസ്റ്റമാണ്. നോർമലി റെസ്പോൺസ് occur when the impulse generated by the receptors on the receiving the stimuli reach the brain. The nerve systems controls and coordinate these actions. ഈ നെർവ് സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിനിൽ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതും ആ കോർഡിനേറ്റുള്ള ദിസ് ആക്ഷൻസ് നൽകുന്നതും എന്താണ്? നെർവ് സിസ്റ്റമാണ്. യു ക്യാൻ അനലൈസ് ദ പിക്ചർ ഹ്യൂമൻ നെർവ് സിസ്റ്റം. എന്തൊക്കെയാണ് ഹ്യൂമൻ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത്? അവിടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റം കണക്റ്റഡ് ആണ് ബോഡി പാർട്ട്. ബോഡിയിലെ എല്ലാ പാർട്ടിനും കണക്ട് ചെയ്തിട്ടുള്ളതാണ് നെർവ് സിസ്റ്റം എന്നുള്ളത്. നമുക്കിനി നെർവ് സിസ്റ്റത്തിൽ എന്താണ് നെർവ് സിസ്റ്റത്തിൽ ഉള്ളത്, എന്താണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ഈ നോട്ടൊന്ന് എഴുതിയെടുക്കണം. ദർ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് ദ അതർ പാർട്ട് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലി. തുടങ്ങുന്ന നോട്ടൊന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കണം. ഓക്കെ, ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്ട് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലി. The cells are known as receptors. They receive stimuli and generate suitable impulse. Normally, response occurs when the impulse generated by the receptors on receiving the stimuli reach the brain. The nerve system controls and coordinates these actions. പറ്റുമെങ്കിൽ നിങ്ങൾ ഹ്യൂമൻ ബോഡി പിക്ചറും കൂടി അവിടെ വരച്ച് ഈ നോട്ട് അവിടെ എഴുതി വയ്ക്കണം. ഓക്കെ, ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെച്ചാലും മതി. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതായത് ന്യൂറോണാണ് നമ്മൾക്ക് നെർവ് സിസ്റ്റത്തിലുള്ള നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ന്യൂറോണുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് സത്യത്തിൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂറോൺ നെർവ് സെൽസ് ഈസ് എ ബേസിക് സ്ട്രക്ചർ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം. ഒരു നെർവ് സിസ്റ്റം ബേസിക് സ്ട്രക്ചർ യൂണിറ്റ് ഒരു ഭാഗമാണ് എന്ത് പറയുന്നത്? ന്യൂറോൺ ഓർ നെർവ് എന്ന് പറയുന്നത്. Like all other cells, the neuron has a cell membranes, cytoplasm and nucleus. മറ്റെല്ലാ സെൽസിനെ പോലെയുമുള്ള എല്ലാ കാര്യങ്ങളും എന്തിലടങ്ങിയിട്ടുണ്ട്? നമ്മുടെ ന്യൂറോണിൽ അടങ്ങിയിട്ടുണ്ട്, ന്യൂറോൺ സെല്ലിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലെ, നമുക്ക് ഈ പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ സീ ദിസ് പിക്ചർ. വാട്ട് ഈസ് which part of these neurons? Yes, dendron, Schwann cell, axon, axonate, synaptic knob. And this is 6 part of this neuron. Okay. Dendron, what is the dendron doing this here? Dendrite is branch of dendron. Dendrite എന്ന് പറയുന്നത് ടെൻഡ്രോണിൻ്റെ ബ്രാഞ്ചാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ പിക്ചറിൽ. ടെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതെ, ഈ ടെൻഡ്രോണിൻ്റെ അടുത്ത് ആ ഒരു ശാഖകളെയാണ്, ഈ ഭാഗത്തുള്ള ശാഖകളെയാണ് നമ്മൾ എന്താ പറയുക, ന്യൂക്ലിയസിന് അടുത്തുള്ള ശാഖകളെ പറയുന്ന പേരാണ്
ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഡെൻഡ്രോണിൻ്റെ ഭാഗമാണ്. അതായത് അതിൻ്റെ തൊട്ടടുത്ത്, അതായത് ന്യൂക്ലിയസുമായിട്ട് ഡെൻഡ്രൈറ്റിന് ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്തിൻ്റെ കണക്റ്റഡ് ആണ്. ഓക്കെ, ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസെൻറ്റ് ന്യൂറോൺസ്. അതായത് ന്യൂറോണുമായിട്ട് അവർ റിസീവ് ചെയ്യാനുള്ള മെസ്സേജ് മറ്റു സെൽസിൽ നിന്ന് മെസ്സേജ് റിസീവ് ചെയ്തിട്ട് ന്യൂക്ലിയസിൽ എത്തിക്കുന്ന ജോലി ആർക്കാനും ടെൻഡ്രൈൻ എവിടെയാണ് എത്തിക്കുന്നത്? ടെൻഡ്രോണിലാണ് എത്തിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ടെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. നമ്മുടെ സെൽ ബോഡിയിൽ ഷോർട്ട് ഫിലമെൻ്റ് ആണ് എന്ത്? ടെൻഡ്രോൺ. ഇത് ടെൻഡ്രൈറ്റിനെ നമ്മുടെ ന്യൂക്ലിയസുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡ്രോൺ എന്നുള്ളത് മെയിനായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദിസ് ക്യാരീസ് ഇമ്പൾസ് ഫ്രം ദ ടെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡീസ്. ഇതെന്താണ് ക്യാരി ചെയ്യുന്നത്? എവിടെ നിന്ന്? ടെൻഡ്രൈറ്റിൽ നിന്ന് എന്ത് മെസ്സേജ് ക്യാരി ചെയ്ത് ന്യൂക്ലിയസിൽ എത്തിക്കുന്നു, സെൽ ബോഡിയിൽ എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? ടെൻഡ്രോൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ ഷോൺ സെൽ എന്ന് നമുക്ക് നോക്കാം. ഷോൺ സെൽ എന്ന് പറയുന്നത് വലിയൊരു ധാതുവിനെ ലോങ്ങസ്റ്റ് ഫിലമിന് പൊതിഞ്ഞ് കാണുന്ന ഈ ഭാഗത്തെയാണ് ഷോൺ സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ആ ലോങ്ങസ്റ്റ് ഫിലം എന്ന് നമുക്ക് നോക്കാം. ആക്സോൺ ആണ് ഈ ലോങ്ങസ്റ്റ് ഫിലമെന്റ് പറയുന്ന പേരാണ് എന്ത്? ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദിസ് സെൽ ബോഡിയിലെ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ് എന്ത്? ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആക്സോൺ എന്ന് പറയുന്നത് ദ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഫ്രം ദി സെൽ ബോഡിയിൽ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ് എന്ത്? ആക്സോൺ എന്നുള്ളത്. ദ ക്യാരീസ് ഇമ്പൾസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതായത് ഈ സെൽ ബോഡി, നമ്മൾ പറഞ്ഞു സെൽ ബോഡി ന്യൂക്ലിയസ് അടങ്ങിയിട്ടുള്ള ആ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? സെൽ ബോഡി എന്ന് പറയുന്നത്. അവിടെയുള്ള ദ്രവത്തെ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ദ്രവത്തിൽ അതിൽ അടങ്ങിയിരിക്കുന്ന കോശത്തിൻ്റെ മെമ്പറസിന് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അറിയാം. കോശദ്രവമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസ് അതിൻ്റെ സെൽ പെർമനേറ്റ് സെൽ ബോഡി. ഓക്കെ, അതിൽ നിന്ന് മെസ്സേജ് ഔട്ട്സൈഡിലേക്ക് കൊടുക്കുകയാണ്. ഇമ്പൾസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. ആരാണ് അങ്ങനെ ചെയ്യുന്ന ഔട്ട്സൈഡിലേക്ക് കൊടുക്കുന്നത്? ആക്സോൺ ആണ്. ഓക്കെ, ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ്. ക്യാരീസ് ദി ഇമ്പൾസ് ഫ്രം ദി സെൽ ബോഡി ടു ദി ഔട്ട്സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? സെൽ ബോഡി ഔട്ട്സൈഡിലേക്ക് ക്യാരീസ് ഇമ്പൾസ് ചെയ്യുന്നു. ഇനി ആക്സോണൈറ്റ് എന്താണ്? ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോണൈറ്റ് പറഞ്ഞാൽ എന്താണ്? ആക്സോണിന്റെ ബ്രാഞ്ചസ് ആണ് എന്ത്? ആക്സോണൈറ്റ്. ഓക്കെ, ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ക്യാരീസ് ഇമ്പൾസ് ടു ദി സെനപ്റ്റിക് നോബ്. ആ മെസ്സേജ് നമ്മൾ എത്തിക്കുന്നത് ആരാണ്? ആക്സോണൈറ്റ് ആണ്. ഇനി സെനപ്റ്റിക് നോബ് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് സീക്രേറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അടുത്തയിലേക്കൊരു മെസ്സേജ് കൊണ്ടുപോകുന്നതാണ് സെനപ്റ്റിക് നോബ്. അപ്പോൾ സെനപ്റ്റിക് നോബ് പിന്നെ അടുത്ത ടെൻഡ്രൈറ്റുമായിട്ട് ബന്ധിക്കുന്നു, ടെൻഡ്രൈനായിട്ട് ബന്ധിക്കുന്നു, ന്യൂക്ലിയസിലെത്തുന്നു. അങ്ങനെയാണ് അങ്ങനെ മെസ്സേജ് പോയിട്ട് ഈ ന്യൂറോൺ സെൽസ്, കുറേ ന്യൂറോൺ സെൽസ് നെർവ് സിസ്റ്റത്തിലൂടെ പോയിട്ടാണ് നമ്മൾ ബ്രെയിനിലെത്തിയിട്ടാണ് മെസ്സേജ് എന്ത് ചെയ്യുന്നത്? റെസ്പോൺസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, യു ക്യാൻ സീ ദി ഷോൺ സെൽസ്. അല്ലേ, ഷോൺ സെൽസ് കവർ ദ ആക്സോൺ കവർ ചെയ്തിട്ടുള്ളതാണ് ഷോൺ സെൽസ്. ഇനി എങ്ങനെയാണ് ഈ ഷോൺ സെൽസ് ഉണ്ടായതും ആ ഷോൺ സെൽസിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Axon of most of the neurons are repeatedly encircled by the myelin, a membrane containing lipid. This is called myelin sheath. അത് മെയിൻ ഷീത്ത് കൊണ്ടാണ് ആക്സോണിൻ്റെ രൂപപ്പെട്ടിരിക്കുന്നത്. അതായത് ഷോൺ കോശങ്ങൾ, അത് ഷോൺ സെൽസ് രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൈലിൻ ഷീത്താണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൈലിൻ ഷീത്ത് അതായത് കണ്ടെയ്നിങ് ലിപ്പിഡ് ചെയ്ത് മെംബ്രൻസ് അവിടെ കണ്ടെയ്ൻ ചെയ്ത് മെംബ്രൻസ് ലിപ്പിഡാണ് എന്ത് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നില്ലേ? ഇതിൽ കൊടുത്തിരിക്കുന്ന മൈലിൻ ഷീത്തിൻ്റെ രൂപവും അവിടെ എവിടെയാണ് മൈലിൻ ഷീത്ത് അടങ്ങിയിരിക്കുന്നതും എന്നാണ്. ഓക്കെ, ഇവിടെ മെയിനെ നോക്കും, ആക്സോണിനെ കാണുന്നു. ആക്സോൺ രൂപപ്പെട്ടിരിക്കുന്ന ആക്സോണിൻ്റെ പുറത്ത് ഏതാണ്? മൈലിഷ്യത്ത് എവിടെയാണ്? അതിൻ്റെ ഉള്ളിൽ എന്താണ്? ഷോൺ സെൽസ് ആണ് കാണാൻ കഴിയുന്നത്. ഇനി ഒളിഗോട്രെൻഡ്രോസൈറ്റിലും എന്തുണ്ട്? മൈലിൻ ഷീത്ത് ഉണ്ട്. ഇനി ഒളിഗോട്രെൻഡ്രോസൈറ്റ്സ് എവിടെയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ നോട്ട് ഞാൻ തരാം. ഒളിഗോട്രെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്
നമുക്ക് ഇവിടെ ഈ നോട്ടൊന്ന് നോക്കാം. Nerve is a group of axon. Myelin sheath in the nerve is formed of Schwann cells. Myelin sheath in the brain and spinal cord is formed of specialized cells called oligodendrocyte. The myelin sheath has a shiny white color. The part of the brain and spinal cord where myelinated nerve cells are present in abundance in called white matter, and the part where non-myelinated nerve cells are present in is called gray matter. എന്താ പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് നെർവിനെ കൊണ്ടാണ്. അപ്പോൾ ഈ ആക്സോൺ എന്ന് രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഫോം ചെയ്തിരിക്കുന്നത് മൈലിഷ്യത്തിലാണ്. ഷോൺ സെൽസാണ് അവയെ പൊതിഞ്ഞിരിക്കുന്നത്. ആ ഷോൺ സെൽസ് രൂപപ്പെട്ടിരിക്കുന്നത് എന്തിലാണ്? മൈലിഷ്യത്തിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. മൈലിഷ്യത്ത് ഈസ് ഇൻ ദ നെർവ് ഇസ് ഫോംഡ് ഓഫ് ഷോൺ സെൽസ്. Myelin sheath in the brain and spinal cord is formed of specialized cells and oligodendrocyte. Oligodendrocyte എന്ന സെൽസ് ആണ് എവിടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള മൈലിഷ്യത്തിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. Myelin sheath in the brain and spinal cord is formed of a specialized cells called oligodendrocyte. The myelin sheath has a shiny white color. Shiny white color ആണ് എന്താ മൈലിഷ്യത്തിനുള്ളത്. The part of the brain and the spinal cord where myelinated nerve cells are present in the abundance in called white matter. അതായത് മൈലിഷ്യത്ത് വന്ന് ഷൈനി വൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതലായിട്ടുള്ള ഭാഗത്ത് മൈലിഷ്യത്ത് കൂടുതലായിട്ടുള്ള ഭാഗത്ത് എന്തായിരിക്കും? വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നു. മൈലിഷ്യത്തുള്ള ഷോൺ കോശങ്ങൾ വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നു. മൈലിഷ്യത്ത് ഇല്ലാത്ത ഷോൺ കോശങ്ങൾ എന്താണ് അറിയപ്പെടുന്നത്? ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നതാണ് ഇവിടെ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈലിഷ്യത്ത് എന്താണ് മൈലിഷ്യത്തിനെന്നും അവിടെ എവിടെയാണ് ഷോൺ കോശങ്ങളാണുള്ളത്. അത് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് സെൽസ്, മൈലിഷ്യത്തിൻ്റെ സെൽസ് ഉള്ളത് ഒളിഗോടെൻഡ്രോസൈറ്റ് ആണ് അറിയപ്പെടുന്നത്. അതെവിടെയാണുള്ളത്? ബ്രെയിനിൽ സ്പൈനൽ കോഡിലുമാണ്. കൂടുതലായിട്ട് മനുഷ്യത്തിൽ അവിടെ വൈറ്റ് മാറ്റർ എന്നും കുറവുള്ളവിടെ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് മേജർ ഫങ്ഷൻ ഓഫ് ദ മൈലിഷ്യത്ത് നോക്കാം. എന്താണ് മേജർ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. To provide nutrition and oxygen to the axon, accelerated impulse act as an electric insulator and protect the axon from external shocks. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷോക്കിൽ നിന്നും ഇൻസുലേറ്ററിന് വൈദ്യുതപ്രവാഹത്തിന് സഹായിക്കും, ആക്ട് ചെയ്യാൻ സഹായിക്കും. എക്സ്റ്റേണലുള്ള ഷോക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് മനുഷ്യത്തെ. എന്തിനെ? ആക്സോൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഓക്സിജൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ആക്സോണിന് മൈലിഷ്യത്താണ്. അപ്പോൾ ദ മേജർ ഫങ്ഷൻ ഓഫ് ദ myelin sheath to provide nutrients and oxygen to the axon, accelerated impulse act as an electric insulator and protect the axon from external shocks. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത്, ആക്സോൺ പ്രൊവൈഡ് ചെയ്യുന്നത് മൈലിഷ്യത്താണ്. മൈലിഷ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതായത് ബാഹ്യമായിട്ടുള്ള എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ആരാണ്? മൈലിഷ്യത്താണ്. ആക്സോണിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈ നോട്ട് എന്തായാലും എഴുതിയെടുക്കുക. ഈ നോട്ടായിട്ട് തന്നതൊക്കെ നോട്ടായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. നമുക്കിത് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഇനി അടുത്തേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതിൽ എന്തുണ്ടാവുന്നു? സ്റ്റിമുലി ചെയ്തിട്ടാണ് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വൈ ദ സ്റ്റിമുലീസ് വർക്കിംഗ് ഇൻ അവർ നെർവ് സിസ്റ്റം നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. എങ്ങനെയാണ് ജനറേഷൻ ചെയ്യുന്നതും ട്രാൻസ്മിഷൻ ചെയ്യുന്നതും നമുക്ക് നോക്കാം. യു ക്യാൻ സീ ദിസ് പിക്ചർ. The first picture includes this outside positive charge and inside negative charge. The second picture stimulus time. The positive is included inside and negatives outside. Stimulus is transmitted. The time the positive charge is inside and negative charge outside. Okay. The nervous system manages control and coordinate through impulse. നെർവ് സിസ്റ്റം കൺട്രോൾ മാനേജ് ചെയ്യുന്നത് ഈ ഒരു ത്രൂ സിസ്റ്റം കൺട്രോൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാം.
The outer surface of the plasma membranes of the neurons positively charged and the inner surface negatively charged. ഔട്ടർ സർഫേസിൽ എന്ത് ചാർജാണുള്ളത്? അതെ, പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇന്നർ സർഫേസിൽ നെഗറ്റീവ് ചാർജാണ്. ഇത് സ്റ്റിമുലി ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്ക് വരികയും നെഗറ്റീവ് ചാർജ് പുറത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റിമുലി ജനറേഷൻ ട്രാൻസ്മിഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. നെർവസ് സിസ്റ്റത്തിൽ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ. When stimulated, the distribution of ions in that particular part changes and hence the inner surface becomes positively charged and outer surface becomes negatively charged. This momentary charge difference stimulated is adjacent part and similar changes occur there too. And this process proceeding impulse get transmitted as electric charge nerve impulse are a message transmitted through the nerve system. അതായത് ഇങ്ങനെ ഇലക്ട്രിക് ചാർജ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് എന്താണ് നമുക്ക് ഈ നെർവ് സിസ്റ്റം നമുക്ക് റെസ്പോൺസ് നെർവ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്ത് മെസ്സേജ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. സ്നെപ്റ്റിക് നോബിനെ കുറിച്ച് നമ്മൾ നെർവ് സിസ്റ്റത്തിൽ പിക്ചറിൽ കണ്ടു. എന്താണ് വാട്ട് ഇസ് എ സ്നെപ്റ്റിക് നോബ് ആൻഡ് വാട്ട് ഇസ് സ്നാപ്സ് എന്ന് നമുക്ക് നോക്കാം. ഇൻവോൾവ്സ് ജനറേറ്റഡ് ഇൻ ദ റെസിപ്പിറ്റർ സെൽസ് ആർ റീച്ച് ദ ബ്രെയിൻ. ദ ബ്രെയിൻ അനലൈസ് ഇറ്റ് ആൻഡ് ഗിവ് direction for proper response. നമ്മൾ മെസ്സേജ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് റീച്ച് ചെയ്യുന്നത്, ആ സെൽസ് റീച്ച് ചെയ്യുന്നത് എവിടേക്കാണ് പോകുന്നത്? ബ്രെയിനിലാണ്. അപ്പോൾ ബ്രെയിൻ അനലൈസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അതിന് ഉത്തമമായിട്ടുള്ള ഒരു പ്രോപ്പർ റെസ്പോൺസും കൊടുക്കും. To make this possible, this impulse formed in the neuron had to be transmitted to other neurons and associated cell. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂറലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ സെൽസിലേക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ടാണ് എവിടെ എത്തുന്നത്? റീച്ച് ചെയ്യുന്നത്, ബ്രെയിനിൽ റീച്ച് ചെയ്യുന്നത്. ഹൗ ഡു ദിസ് ബിക്കം പോസിബിൾ? എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? അനലൈസ് ഇൻസ്ക്രിപ്ഷൻസ്. നമുക്ക് ഈ പിക്ചറാണ് നമുക്ക് നോക്കാം. ഓക്കെ. സ്നാപ്സ് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Synapse is the junction between two neurons or neuron and a music cell and muscle cells or neuron and a glandular cell. When electric impulse from the axon reach the synaptic knob, certain chemical substances are secreted from to the synaptic cleft. Thus, chemical substances are called neurotransmitters. They stimulate the adjacent dendrite or cell and new electric impulses are generated. Acetylcholine and dopamine are examples of neurotransmitters. Synapses help to regulate the speed and direction of a impulse. You can understand synaptic knob എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ, അതായത് ഇപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരുലേക്ക് മെസ്സേജ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. മസിൽ സെൽസ് ഓർ സ്നാപ്പ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ ന്യൂറോൺ ആൻഡ് ദ മസിൽ സെൽ ഓർ ന്യൂറോൺസ് ആൻഡ് ദ ഗ്ലൈൻഡർ സെൽസ്. When electric cells, അതായത് ഇലക്ട്രിക് ഇമ്പൾസ് ഫ്രം ദ ആക്സോൺ റീച്ച് ദ സ്നാപ്റ്റിക് നോബ്, certain chemical substances are secreted from the synaptic cleft. Thus, chemical substances are called neurotransmitters. ന്യൂറോട്രാൻസ്മിറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ന്യൂറോൺസിനെ മറ്റൊന്നിലേക്ക് കെമിക്കൽ ആയിട്ട് എന്താണ് സബ്സ്റ്റൻസ് ആയിട്ട് മാറി എന്താണ് ഒരു സ്നാപ്റ്റിക് ആക്സോണിൽ നിന്ന് വന്ന മെസ്സേജ് സിനാപ്റ്റിനോമിൽ നിന്ന് അടുത്ത ഒരു ടെൻഡ്രൈനിലേക്ക് മെസ്സേജ് പാസ് ചെയ്യണം. ഇങ്ങനെ കെമിക്കൽ സബ്സ്റ്റൈനായിട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നു. ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതിന് പറയുന്ന പേരാ, അത് കെമിക്കൽ സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റിമുലേറ്റ്സ് അഡ്ജസ്റ്റ് ദെനിട്രേറ്റ് ഓർ സെൽസ് ആൻഡ് ന്യൂ ഇലക്ട്രിക് ഇമ്പൾസ് ആർ ജനറേറ്റ്. അത് ഒരു ന്യൂ സെൽസിൽ ന്യൂ ടെൻഡറിൽ പോയിട്ട് ആ മെസ്സേജ് പാസ് ചെയ്യുന്നു, ഇലക്ട്രിക് സെൽസ് പാസ് ചെയ്യുന്നു. ഇലക്ട്രിക് കെമിക്കൽ സബ്സ്റ്റൻസ്, അതായത് ഇലക്ട്രിക് ഇമ്പൾസ്. അതിന് നമുക്ക് ഉദാഹരണം നമ്മുടെ ബോഡിയിലുള്ള അതിനൊക്കെ ആസ്റ്റോപാമിൻസും ഡൊപാമിൻസും ഒക്കെ എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉദാഹരണമാണ്. ആസ്റ്റോസ്റ്റാളിൻസും ഡൊപാമിൻസൊക്കെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉദാഹരണമാണ്. സിനാപ്സ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇമ്പൾസ്.
ഇതിൽ സ്പീഡ് കൂടുതലാക്കാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് മെസ്സേജ് റിസീവ് ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നതിന് സിനാപ്സിൽ എൻ്റെ ഹെൽപ്പാണ് അതിൽ സഹായിക്കുന്നത്. അപ്പോൾ മെസ്സേജ് പെട്ടെന്ന് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെൽസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്നാതാണ് എന്ത് പറയുന്നത്, ജംഗ്ഷൻ ആണ് എന്ത് പറയുന്നത്, സ്നാപ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കി വയ്ക്കാം. സ്നാപ്പിന് വന്ന് മെസ്സേജ് ടെൻഡ്രോണിലേക്ക് പോകുന്നു, ടെൻഡ്രൈനിലേക്ക് പോകുന്നു, അത് ടെൻഡ്രോൺ വഴി ന്യൂറോണിലെത്തുന്നു, അവിടെ നിന്ന് ആക്സോൺ വഴി ആക്സോറ്റിലെത്തുന്നു, ആക്സോറ്റിൽ നിന്ന് വീണ്ടും എവിടെ എത്തുന്നു, സിനാപ്റ്റിക് നോബിലാണ് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ല എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അറിയിക്കുക, മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.